ഒരു മറൈൻ ഹോബിസ്റ്റ് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ആംഫിപോഡും കോപ്പർ പോഡും. ഇവ നമ്മുടെ അക്വേറിയത്തിൽ ക്ലീനപ്പ് ക്രൂവായി നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു സിംഗിൾ കോപ്പർ പോട്ട് 3,73,000 ഡയറ്റും ഒരു ദിവസം കഴിക്കും. അപ്പം ഈ കാണുന്ന ഈ ഒരു കോപ്പർ പോട്ട് ഉണ്ടല്ലോ, നമ്മുടെ ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത്, ഞാൻ ഒരു ദിവസം നമ്മുടെ ഫിൽട്ടർ ക്ലീൻ ആക്കുന്ന ടൈമിൽ വളരെയധികം ഇങ്ങനെ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ച് ഇതൊരു മറൈൻ ബാക്ടീരിയ ആണ്, ഇത് നമ്മുടെ ഫിഷിനും അതുപോലെ തന്നെ എല്ലാത്തിനും വളരെയധികം ഹാംലെസ് ആണ് എന്ന് വിചാരിച്ച് ഞാൻ ഈ ഒരു ബക്കറ്റാവുന്ന വയ്ക്കും വളരെയധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം വാഷ് ചെയ്ത് ഫിൽറ്ററെല്ലാം പുറത്തേക്ക് എടുത്ത് വാഷ് ചെയ്തു. അതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് നോക്കുന്നത്, എന്താണ് കാര്യം എന്നൊക്കെ നോക്കുന്നത്. ഈ കാണുന്ന വീഡിയോ ഞാനപ്പോൾ ആ ഒരു ടൈമിൽ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തു വെച്ചത് ഈ ഒരു വീഡിയോ. അതിന് ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കുന്നത്. ഈ കോപ്പർ പോഡും ആംഫിപോഡും സാധാരണയായി കാണപ്പെടുന്നത് നമ്മുടെ സാൻഡ് ബെഡിൻ്റെ അടിയിൽ, അതുപോലെ തന്നെ നമ്മളുടെ ഫിൽട്ടർ സ്പോഞ്ചിൻ്റെ ഉള്ളിൽ, ഇവയിലൊക്കെയാണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഈ കാണുന്ന നമ്മളുടെ കാർപ്പറ്റ് അനിമോണിയുടെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മുടെ ആംഫിപോഡൊക്കെ ഇപ്പോൾ ഹൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മറൈൻ അക്വേറിയത്തിൽ ഇനി നമ്മളുടെ ഓട്ടോമാറ്റിക് ലൈറ്റ് ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഫുള്ള് റോക്കിലും സാൻഡ് ബെഡിലും ഇവയെ വളരെ ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവയെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ചെറിയൊരു സ്ട്രിമ്പിൻ്റെ പോലെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ച് നമുക്കൊരു സ്ട്രിമ്പിൻ്റെ ഒരു ആകൃതിയിലാണ് നമുക്ക് ഇവയെ ശരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. 13,000 വെറൈറ്റി സ്പീഷീസ് നമുക്ക് ഇവയെ കാണാൻ സാധിക്കും. അവയിൽ ചില സ്പീഷീസ് നമുക്ക് ഫ്രഷ് വാട്ടർ അക്വേറിയത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അവ വളരെ നല്ലതാണ് നമ്മുടെ ഫിഷിൻ്റെ ഫീഡിങ്ങിനും, അതുപോലെ തന്നെ അക്വേറിയത്തിൽ ഒരു എക്കോ സിസ്റ്റം നിലനിർത്താനും ഇവ വളരെയധികം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഈ ഒരു കാര്യം. അപ്പോൾ ഇപ്പോൾ ഒരു കോപ്പർ പോഡിനെ മറൈൻ അക്വേറിയത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സൈക്കിൾ ആവുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അമോണിയ ഇവ നശിച്ചു പോകാൻ വളരെയധികം കാരണമാകുന്നു. അപ്പോൾ അതുകൊണ്ട് അമോണിയ നമ്മൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഫിൽട്ടർ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഇടുന്നതായിരിക്കും.